എന്താലേ ചില മനുഷ്യരിങ്ങനെയാണ് വർഗീയത പറഞ്ഞും ജാതീയത പറഞ്ഞും മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാൻ. എന്നിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടാനാണ്? ആകെ ജീവിച്ചാൽ ഒരു 10-60 കൊല്ലം ജീവിക്കാം ആയുസുണ്ടെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ എന്ത് മുസ്ലിം എന്ത് ഹിന്ദു, എല്ലാവരും മുസ്ലിം ആയതുകൊണ്ടും എല്ലാവരും ഹിന്ദു ആയതുകൊണ്ടും എല്ലാവരും ക്രിസ്ത്യാനി ആയതുകൊണ്ടും ഇവിടെ മനസ്സമാധാനം കിട്ടും. അപ്പോൾ ജീവിക്കുന്ന കാലം അത്രയും മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ നിന്ന് ജീവിക്കുക എന്നല്ലാതെ ഇതിനുള്ള മറുപടി നമ്മൾ ഉസ്താദ് പറയുന്നുണ്ടോ എന്ന് കേട്ട് നോക്കിയാൽ. എന്തും അതേതരം എന്നും നമ്മളെല്ലാം പരസ്പരം തല്ലിച്ചും അതിൽ നിന്ന് തല്ലിപ്പിച്ചും അത് നമ്മളെല്ലാം അവരൊന്നായിരിക്കുകയും നല്ല ഭിന്നിപ്പിച്ച് നമ്മളെ നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു കാരണവശാലും സാറേ ഈ വർഗീയതയും ഛിദ്രതയും വിഭാഗീയതയും പറഞ്ഞ് ജീർണിച്ച് പുഴുത്തു പോകുന്നതിന് മുമ്പ് എന്നെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ഒരവസരം കിട്ടിയാൽ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നത് ഈ വീഡിയോ ഉണ്ടല്ലോ, മലപ്പുറം ജില്ലക്കാരനായ കുട്ടിക്ക എന്ന് പറയുന്ന ഒന്നാന്തരം മുസ്ലിം ഒന്നാന്തരം മേത്തൻ ഇയാൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈ കുട്ടിക്ക മാത്രം ചെയ്തു. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ടല്ലോ, നിങ്ങളാകുന്ന ഈ പ്രസ്ഥാനം ഒന്നാകെ നിങ്ങൾ ഈ പ്രസ്ഥാനം ഒന്നാകെ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നത് ഈ ഒരൊറ്റ മുസൽമാൻ ഒറ്റയ്ക്ക് ചെയ്ത പ്രവൃത്തി കൂട്ടിയാൽ ഈ കുട്ടിക്കട തട്ട് തന്നെ താങ്ങും. ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി മാത്രം കൂട്ടിയാണ്. ഇതൊരു മുസൽമാനാണ്. ഈ മനുഷ്യന്റെ മുമ്പിൽ ഈ സന്തോഷത്തിന്റെയും ഈ ആഹ്ലാദത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷ കണ്ണീരും ആരാണ് ഈ സമർപ്പിക്കുന്നത്? പാവപ്പെട്ട ഹിന്ദുവല്ലേ? ഇവരാരാണ് ഭിന്നിപ്പിച്ചത്? ഇവർക്ക് ആരാണ് ഇവരുടെ അവകാശങ്ങൾ നിഷേധിച്ചത്? ഒരു മുസൽമാൻ അവൻ അധ്വാനിച്ച പണത്തിന്റെ വിഹിതം കൊണ്ടുകൊടുത്ത് ഒരു ഹിന്ദുവിന് ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനി മുസ്ലിം എന്നല്ല നോക്കിയത്. ഒരു മുസൽമാൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാകുന്ന അപരനെ സഹായിക്കൽ, ദാനധർമ്മം നൽകൽ, മറ്റുള്ളവന്റെ ഇദ്ഹാർ സൂര്യ അലാ കുലുബിലും മുഅ്മിൻ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതി എന്ന് മനസ്സിലാക്കിയത്. അതാണ് ഈ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയെന്ന് മനസ്സിലാക്കിയത്. ആ മനുഷ്യൻ അദ്ദേഹം അധ്വാനിച്ച പൈസ കൊണ്ടുവന്ന് ഒരു മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട വീട് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ വെള്ളാപ്പള്ളി ഒരു ട്രൗസറിന് അലാസ്റ്റിക്കിനെ വള്ളിയെങ്കിലും പിടിപ്പിക്കാൻ ഒരു ഹിന്ദുവിന് നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോലെ നിങ്ങളുടെ ഫോട്ടോ എവിടെയെങ്കിലും പതിച്ചു വെച്ചിട്ട് വോട്ട് ചോദിച്ചാൽ വോട്ടെങ്കിലും കിട്ടുമോ? നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾ ഈ സാധാരണക്കാര ഈഴവന്മാർ ഈഴവ സഹോദരങ്ങളെ ഏകീകരിക്കാൻ വേണ്ടിയും ഒരു പ്രത്യേകമായ ഒരു വലിയൊരു പാർട്ടിയിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയും അവരുടെ പ്രത്യേകമായ പ്രീതിക്ക് വേണ്ടി മുസൽമാന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ മണ്ടന്മാരാണെന്ന്, ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ വെറും വിഡ്ഢികളാണെന്ന്? ചിന്താശേഷിയുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ടെന്നേ. അവർക്കറിയാം മുസൽമാന്മാരെ പ്രവർത്തി. നിങ്ങൾ ഇതിനൊക്കെ പറഞ്ഞല്ലോ ഇവിടെ നമ്മളെ ഭിന്നിപ്പിച്ചു, ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ചു, അവരെ തട്ടാക്കിയത്. വൈക്കം സത്യാഗ്രഹം നടന്ന മുസൽമാന്റെ പേരില പാമ്പും പഴുതാരിയും പട്ടിയൊക്കെ എഴഞ്ഞു നടന്നു പോകുന്ന വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടി മനുഷ്യന്മാരെ വഴി നടത്താതിരുന്നത് മുസൽമാന്. ഗാന്ധിജിനെ മനയിൽ കെട്ടിയില്ലല്ലോ. ഗാന്ധിജിനെ അന്ന് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്